സ്വർണ്ണവിലയിൽ വീണ്ടും വർധന. പവന് 160 രൂപ കൂടി 81,040 രൂപയായി. പണിക്കൂലിയും GST അടക്കം ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങണമെങ്കിൽ 90,000-ലധികം രൂപ കൊടുക്കേണ്ടി വരും. ലേബി സജീന്ദ്രനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ലേബി സജീന്ദ്രൻ, ഇങ്ങനെ മുകളിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞതേ ഉള്ളൂ, ഇങ്ങനെ പോയാൽ താമസിയാതെ 1 ലക്ഷത്തിനടുത്തെത്തുന്ന അവസ്ഥയാണ്, അല്ലേ ലേബി? തീർച്ചയായും ഡോക്ടർ അരുൺ, ഇപ്പോൾ ഒരു പവന് 90,000-ലധികം രൂപ എന്ന് പറയുമ്പോൾ ഓർക്കേണ്ടതുണ്ട്, അത് സാധാരണ ഒരു പവൻ സ്വർണ്ണത്തിനാണ്. കുറച്ചുകൂടി ഭംഗിയുള്ള പണികളൊക്കെ ആണെങ്കിൽ അതിനും വില കൂടും. അതായത് 1 ലക്ഷത്തോട് അടുത്ത രൂപ ഒരു പവന് കൊടുക്കേണ്ടി വരുന്ന ഒരു കാലം എന്ന് പറഞ്ഞാൽ മലയാളിക്ക് സങ്കല്പിക്കാൻ പറ്റുന്നതായിരുന്നില്ല. ലോകത്തിലെ ആരും തന്നെ അത് സങ്കല്പിച്ചിട്ടുമില്ല. അതുപോലെ അങ്ങനെ സർവ്വകാല റെക്കോർഡ് ഭേദിച്ചുകൊണ്ടാണ് കഴിഞ്ഞ 3 ആഴ്ചകളായി ഇങ്ങനെ കുതിക്കുന്നത്. കഴിഞ്ഞ കുറെ മാസങ്ങളായി സ്വർണ്ണവില കുത്തനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇന്ന് ഇത്തരത്തിൽ 81,040 രൂപ കൊടുക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 90,000-ലധികം രൂപ നൽകേണ്ടി വരും. ഏതായാലും കുത്തനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് സ്വർണ്ണത്തിന്റെ നിരക്ക്. ഇന്ന് ഗ്രാമിന് 10,130 രൂപ ഗ്രാമിനായിട്ടുണ്ട്. ഇത്തരത്തിൽ സ്വർണ്ണവില കൂടുമ്പോൾ മറ്റൊരു കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് ഡോക്ടർ അരുൺ. ഇപ്പോൾ സ്വർണ്ണ വ്യാപാരികൾ ഇത്തരത്തിൽ അധികം സ്വർണ്ണവില ഇങ്ങനെ കുത്തനെ ഉയരുന്ന സാഹചര്യത്തിൽ സ്വർണത്തിന്റെ GST കുറയ്ക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സ്വർണ്ണ വ്യാപാരികൾ സംസ്ഥാന സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട്. 3% നികുതിയാണ് ഉള്ളത്, അത് 1%-ലാക്കാൻ പറഞ്ഞാണ് സമീപിച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി ഇപ്പോൾ എടുത്തു പറയേണ്ടതുണ്ട്. 22 ക്യാരറ്റ് സ്വർണത്തിന്റെ വിലയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. 22 ക്യാരറ്റ് സ്വർണത്തിന്റെ വില ഇങ്ങനെ ഉയരുമ്പോൾ ഇതിൽ 18 ക്യാരറ്റ് സ്വർണത്തിന്റെ വില അല്പം ഭേദമാണെന്ന് കണ്ടുകൊണ്ട് യങ്സ്റ്റേഴ്സ് ഒക്കെ അതിലേക്കും തിരിച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോൾ പറയേണ്ട ഒരു കാര്യം പ്രത്യേകിച്ച്.